മാന്യ പ്രേക്ഷകർക്ക്, മാന്യ ശ്രോതാക്കൾക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പ്രണാമം. അമേരിക്കയിൽ വന്ന് 4-ാം ദിവസമാകുന്നു. ഇവിടെ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് സമുജ്വലമായിട്ടുള്ള കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനം നടക്കുന്നു. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ, മലയാളി ഹിന്ദുക്കൾ അടുക്കും ചിട്ടയോടും കൂടി ഒരുമിച്ചിരുന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ധന്യമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. കഴിഞ്ഞ 18 വർഷങ്ങളായി 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന KHNAയുടെ സമ്മേളനത്തിൽ മലയാളി യുവാക്കളിലും യുവതികളിലും മലയാളി കുടുംബാംഗങ്ങളിലും മലയാളികളുടെ മനസ്സിലും പ്രവൃത്തിയിലും ജീവിതശൈലിയിലും ഉണ്ടാകുന്ന ആ മാറ്റം പൂർണ്ണമായിട്ടും കാണാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ ചിന്തിച്ചു. ധന്യമായ മാറ്റം, ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളിലുണ്ടാകുന്ന സമുജ്വലമായ മാറ്റം, ഭാരതമെമ്പാടുമുണ്ടാകുന്ന ഹിന്ദുക്കളിലുണ്ടായ സമുജ്വലമായ മാറ്റം, കേരളമെമ്പാടുമുണ്ടാകുന്ന ഹിന്ദുക്കളിലുണ്ടായ സമുജ്വല മാറ്റം, അതേ മാറ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനേക്കാൾ കവച്ചു വെച്ചുകൊണ്ട് അമേരിക്കയിലെ തലങ്ങും വിലങ്ങും ജീവിക്കുന്ന 700-ൽ പരം മലയാളി കുടുംബാംഗങ്ങൾ ഡിട്രോയിറ്റിലെ ഈ എഡ്വേർഡ് ഹോട്ടലിൽ ഉജ്ജ്വലമായിട്ട് സമ്മേളിക്കുമ്പോൾ തനി മലയാളി ശൈലിയും നമ്മുടെ പൈതൃകവും മലയാള ഭാഷയും മലയാള ഭക്ഷണ രീതിയും ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങിലൂടെയും ഒരുമിച്ചിരിക്കുകയും അവരുടെ ഞങ്ങൾ അമേരിക്കക്കാരാണെന്നുള്ള ഭാവവും സുപ്പീരിയോറിറ്റി കോംപ്ലക്സും എല്ലാം കളഞ്ഞ് ഒരൊറ്റ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വാഹകരാണെന്നും ഹിന്ദുക്കളാണെന്നും അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കേണ്ടവരാണെന്നും ജഗദ്ഗുരുവായി ഭാരതം വളരുമ്പോൾ ആ ഭാരതത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ യോഗ്യതയുള്ളവരാണെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഡിട്രോയിറ്റിലെ ഡസൻ കണക്കിന് ഹിന്ദു യുവാക്കളും യുവതികളും ഒരുമിച്ച് ചേർന്ന് ആരും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഈഗോ മുമ്പിൽ കാഴ്ചവെക്കാതെ ഞാനാണിതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കാണിക്കാതെ പുറകിൽ നിന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവരെക്കാൾ ശക്തമായിട്ട് ഭാഷയിലും പ്രവൃത്തിയിലും അടക്കത്തിലും അച്ചടക്കത്തിലും അതുപോലെ വീക്ഷണത്തിലും തനി ഭാരതീയനും കേരളീയനും ഹിന്ദുവുമായിട്ട് ജീവിക്കാൻ മലയാളികളും ഭാരതീയരും ലോകത്തിൽ ഏത് രാജ്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും അവർക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ ഒരു കാഴ്ച അത്ഭുതപൂർവമായ യഥാർത്ഥത്തിൽ മനസ്സിനെ മഥിക്കുന്ന വിധത്തിൽ സംതൃപ്തി തരുന്ന ഈ മാറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീക്ഷണങ്ങളും ഭാരതീയ പൈതൃകത്തോടുള്ള ആഭിമുഖ്യവും മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ 11ാം അവതാരം എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുള്ള സോഷ്യൽ മീഡിയയിലുമെല്ലാം കാണുന്ന ആ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച പ്രത്യക്ഷമായിട്ട് കാണാൻ ഇന്നലെയും ഇന്നും സാധിച്ചു. എല്ലാവർക്കും അറിയാനുള്ളത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും സത്യങ്ങളുമാണ്. അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കൊടുക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നു. അവർ ഏത് വിധത്തിലുള്ള നന്മകൾക്കും കൂട്ടുനിൽക്കുന്നു. അവിടെ കംപ്ലൈൻറ്റുകളില്ല, പരാതികളില്ല, പരാധീനതകളില്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ കുറവുകൾ മാത്രമെടുത്ത് പറയാനോ ശീലിച്ചിരുന്ന മലയാളി എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തനി നല്ല മലയാളിയുടെ, നല്ല ഹിന്ദുവിൻ്റെ ധന്യമായിട്ടുള്ള ഭാഷയിലും വീക്ഷണത്തിലും അവരുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇവിടെ ചെലവഴിക്കുകയും എല്ലാത്തിലും പങ്കെടുക്കുകയും യഥാർത്ഥ ഒരു ഹിന്ദുവായി തീരണമെന്ന് ആഗ്രഹിക്കുകയും മതപരിവർത്തനത്തിനെതിരെയും ഹിന്ദു ധർമ്മത്തിനെതിരെ നടക്കുന്ന ഓരോ കേരളത്തിലും ഭാരതത്തിലും നടക്കുന്ന ഓരോ കാര്യത്തിനുമെതിരെയും ശരിക്ക് ഉള്ളിൽ ദേഷ്യത്തിൻ്റെയും അതുപോലെ പ്രതിഷേധത്തിൻ്റെയും തീജ്വാല കത്തിച്ചുകൊണ്ട് ഹിന്ദുവായി തന്നെ നിലനിൽക്കണമെന്നും അതിന് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കണമെന്നും ഉറക്കെ പറയാനും പ്രതികരിക്കുന്നവരുടെ ഒപ്പം നിൽക്കാനും പഠിക്കുന്നത് പഠിക്കാനും പഠിപ്പിക്കുന്നതിൽ മുൻകൈയെടുത്ത് അവരുടെ കൂട്ടത്തിൽ നിൽക്കാനും പ്രവർത്തിക്കാനും സന്നദ്ധമായ 100 കണക്കിന് വ്യക്തികളടങ്ങുന്ന 100 കണക്കിന് കുടുംബാംഗങ്ങളെ ഇവിടെ കാണാൻ സാധിച്ചപ്പോൾ അവരുടെ മക്കളുടെ മക്കളും ഈ ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഹിന്ദു ധർമ്മത്തെയും എത്രത്തോളം സമുജ്വലമായിട്ട് സ്നേഹിക്കുന്നു എന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു എന്നും യൂട്യൂബിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ധന്യമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ചിദാനന്ദപുരി സ്വാമിയും മറ്റ് സ്വാമിമാരും മറ്റ് സംഘടനകളും പ്രചരിപ്പിക്കുന്ന
ഹിന്ദു ധർമ്മത്തിൻ്റെ അഗാധമായ അറിവ് സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് പഠിച്ചുകൊണ്ട് മറ്റാരെയും കുറ്റപ്പെടുത്താതെ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടും ഒരു ഹൈന്ദവ നവോത്ഥാനത്തിന് സമുജ്വലമായിട്ടുള്ള ജ്യോതി തിളങ്ങുമ്പോൾ വ്യക്തികൾ ഇന്നുവരെ കേരളീയർ ഇന്നുവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വിമർശനങ്ങളും കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന അവർക്ക് ധന്യമായ രീതിയിൽ അവനവൻ്റെ കർത്തവ്യം അവനവൻ്റെ കുടുംബത്തിൻ്റെ കർത്തവ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാക്കി മാറ്റാനും സംസ്കാരത്തിൻ്റെ സ്രോതസ്സ് അവനവൻ്റെ വീടുകളിൽ നിന്ന് ലഭിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി ഇന്നലെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും സാധിക്കുന്ന ഒരു പുതിയ തലമുറ പഴയ തലമുറയുടെ മാർഗദർശനത്തിൽ വളരുന്ന കാഴ്ച ഈ ഡിട്രോയിറ്റിലെ ഈ ഉജ്ജ്വലമായിട്ടുള്ള ഹോട്ടലിൽ നടക്കുന്ന 800-ൽ പരം കുടുംബാംഗങ്ങൾ 1000-ലധികമുണ്ട്. 700-ൽ പരം കുടുംബങ്ങൾ ഒരുപക്ഷെ ഭാരതീയരുടെ ഏറ്റവും ഉയർന്ന സംഖ്യാപരമായിട്ടുള്ള ഒത്തുചേരലിന് കളമൊരുക്കിയത് ഡിട്രോയിറ്റിലെ വിരലിലെണ്ണാവുന്ന മലയാളികളും കലാപരമായും ആത്മീയമായും ഭൗതികമായും ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ച കാണിച്ചു കൊടുക്കാൻ സാധിച്ച ആ ഡിട്രോയിറ്റിലെ KHNAയിലെ പ്രവർത്തകരും അതിൽ പങ്കെടുക്കുന്ന അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും ഹിന്ദുക്കളും എല്ലാം കൈകോർത്ത് പിടിച്ച് വേദമന്ത്രത്തിലെ ഐകമത്യ സൂക്തം പോലെ ആ ഉജ്ജ്വലമായി നിലനിൽക്കുന്ന കാഴ്ച നിങ്ങളെ അറിയിക്കുമ്പോൾ ആത്മാഭിമാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുന്നു. പ്രത്യേകിച്ചും 18 വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ഈ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് ഈ 10ഓളം ഈ 2 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന സെമിനാറുകളിലൂടെ ഇവരൊത്തുചേരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം കാണാൻ സാധിച്ചു. ഇത് ലോകമെമ്പാടും സാധിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്ന് ലോക സമ്മേളനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്ര സമ്മേളനങ്ങളും അതുപോലെ തന്നെ ജില്ലാതലത്തിലും ഗ്രാമതലത്തിലും സമ്മേളനങ്ങളും ഒത്തുചേരലുകളും നടത്തി ആത്മീയതയും കലാപരമായിട്ടുള്ളതും ഭൗതികതയും 1:1:1 സ്പിരിച്വൽ സോഷ്യൽ കൾച്ചറൽ 1:1:1 എന്ന രീതിയിൽ ഒരു ദിവസമോ 2 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒത്തുചേരലുകളിലൂടെ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും അത്ഭുതകരമായിട്ട് ഉപകരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കണ്ട് ആ കാഴ്ചയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.